വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇസ്രായേലിൻ്റെ അതിരൂക്ഷമായ ആക്രമണത്തിൽ ഗസയിൽ 43 ഫലസ്തീനികൾ വീണ്ടും കൊല്ലപ്പെട്ടു. രാത്രിയിൽ നടന്ന ശക്തമായ ആക്രമണത്തിൽ ജനസാന്ദ്രമായ പല വീടുകളും കത്തിയെരിഞ്ഞ് നിരപരാധികളായ ധാരാളം ഫലസ്തീനികളാണ് ഇന്നലെയും ഗസയിൽ കൊല്ലപ്പെട്ടത്. നിലവിൽ ഇപ്പോൾ ഗസയുടെ ആകാശത്തു നിന്നും പെയ്തിറങ്ങുന്നത് തീമഴയാണ്. അതിന്റെ ചൂടിൽ വെന്തുരുകുന്നത് ഫലസ്തീനിലെ സാധാരണ അമ്മമാരും മക്കളുമാണ്. ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ വാതിൽ തുറക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഗസയിലെ ജനങ്ങൾക്ക് മുന്നിൽ പെയ്തിറങ്ങുന്ന അഗ്നിവർഷമാണ്. എന്നിട്ടും അവർ ദൈവത്തോട് അനീതി കാണിക്കുന്നില്ല എന്നതാണ് ലോക ജനതയെ ഗസയിലേക്ക് നോക്കി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഒരു പരീക്ഷണം വരുമ്പോഴേക്കും ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന ലോകത്തിനു മുന്നിൽ ഗസ ഒരു വേറിട്ട കാഴ്ച തന്നെയാണ്. ഇതുവരെയായിട്ടും ദൈവത്തിന്റെ കാരുണ്യം എവിടെയെന്ന് ചോദിക്കുന്ന ആളുകളിലേക്ക് ഇനിയും ക്ഷമയോടെ കാത്തിരിക്കുന്ന ഗസയിലെ ജനങ്ങൾ തന്നെയാണ് ഏറ്റവും ക്ഷമാശാലികൾ എന്നതിൽ സംശയമില്ല. നിഷ്കളങ്കനായ ഒരു ഫലസ്തീനിയുടെ വിലാപമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഞാൻ ഇരിക്കുന്നത് എൻ്റെ വീടിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ്, എൻ്റെ മക്കളുടെ ശേഷിപ്പുകൾക്ക് മുകളിൽ. ജനങ്ങളെ, നിങ്ങൾ ഞങ്ങളെ കാണണം. അല്പമെങ്കിലും കരുണയുണ്ടെങ്കിൽ. എൻ്റെ കുട്ടികളായിരുന്നു എൻ്റെ തണൽ. ഞാൻ വൃദ്ധനും രോഗിയുമാണ്. ഞങ്ങളിൽ പലരും കൊല്ലപ്പെട്ടു. ലോകത്തിനോടുള്ള എൻ്റെ സന്ദേശം ഈ യുദ്ധം നിർത്തൂ എന്നാണ്. ഞങ്ങളോട് ഇത്തിരിയെങ്കിലും കരുണ കാണിക്കൂ എന്നാണ്. ഇന്ന് കൊല്ലപ്പെടാത്തവർ നാളെ എന്തായാലും മരിക്കും. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ എൻ്റെ കുട്ടികളുടെ അടുത്തേക്ക് പോകും. ഞാൻ കൊല്ലപ്പെട്ടില്ലെങ്കിലും ഞാൻ എല്ലാം അവസാനിപ്പിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട ഒരു പിതാവിന് ഇതിലപ്പുറം എന്താണ് പറയാൻ കഴിയുക? എല്ലാവരും നഷ്ടപ്പെട്ട് ഒറ്റയാവുന്നതിനേക്കാൾ നല്ലത് മരണം തന്നെയാണ്. അതായിരിക്കാം അയാൾ അവസാനം പറഞ്ഞു നിർത്തുന്നതും. ബാക്കിയാവുന്നവർക്ക് വേണ്ടിയാണ് അയാൾ ലോകത്തിന്റെ കരുണ ചോദിക്കുന്നത്. ഭൂമിയിലുണ്ടായ ഒരു യുദ്ധവും ആർക്കും സമാധാനം നൽകിയിട്ടില്ല. സമാധാനത്തിന് വേണ്ടി ഒരു യുദ്ധവും ഉണ്ടായിട്ടില്ലതാണ്. ഏതക്രമി അമർച്ച ചെയ്യുമ്പോഴും ആ കൂട്ടത്തിൽ നിരപരാധികൾ അക്രമികളെക്കാൾ കൂടുതലായിരിക്കും കൊല്ലപ്പെടുന്നത്. ചിലപ്പോൾ അക്രമികൾ രക്ഷപ്പെട്ടെന്നും വരാം. അപ്പോഴും നിരപരാധികൾ യുദ്ധക്കെടുതിയുടെ ഗുണഭോക്താക്കളായിരിക്കും. മധ്യഗസയിലും ദേർ അൽ ബലയിലുമൊക്കെ മരണസംഖ്യ ഓരോ ദിവസവും കുതിച്ചുയരുകയാണ്. ദേർ അൽ ബലയിലെ കിഴക്കൻ ഭാഗത്ത് ജനവാസ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 15 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏതൊരു യുദ്ധത്തിലും സൈന്യത്തിന് അവരുടെ ആക്രമണത്തിന് ചില ലക്ഷ്യങ്ങളും ലക്ഷ്യസ്ഥാനങ്ങളും ഉണ്ടായിരിക്കും. ഒന്നുകിൽ എതിർഭാഗത്തിന്റെ സൈന്യത്തെ, അല്ലെങ്കിൽ സൈന്യത്തിന്റെ ആയുധപ്പുരകളെ, അല്ലെങ്കിൽ മിലിറ്ററി ബേസുകളെ, അല്ലെങ്കിൽ സൈനികരുമായി ബന്ധമുള്ള സെന്ററുകളെ. പക്ഷേ ഗസയിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ അത്തരത്തിൽ ഒന്നും തന്നെയില്ല. അവർ ആക്രമിക്കുന്നത് മുഴുവനും ജനവാസ മേഖലകളെ, സിവിലിയൻ ജനങ്ങളെ. ഇതിനെ തന്നെയല്ലേ വംശഹത്യ എന്ന് പറയേണ്ടത്. ഇസ്രായേലി ആർമി ഗസയിൽ നിന്നും ലബനോനിലേക്ക് സൈനിക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴും ഗസയുടെ ഹൃദയഭാഗങ്ങളിൽ ശക്തമായ ആക്രമണം തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും നടത്തുന്നത്. ഇതിനിടെ മധ്യ നിന്നും സദേൺ ഗസയിലേക്ക് ഒഴിഞ്ഞു പോകാൻ ആളുകൾക്ക് അന്ത്യശാസനം നൽകിക്കഴിഞ്ഞു ഇസ്രായേൽ സൈന്യം. 1.5 ലക്ഷത്തോളം വരുന്ന ഫലസ്തീനികൾ വീണ്ടും സദേൺ ഗസയിലേക്ക് അവിശ്രമം പലായനം ചെയ്യാൻ തുടങ്ങുകയാണ്. രാത്രിയിലും പകലിലും ഒരുപോലെ പൊള്ളുന്ന മണലാരണ്യത്തിലൂടെ ഭക്ഷണവും വെള്ളവുമില്ലാതെയുള്ള അലച്ചിൽ വീണ്ടും തുടരുകയാണ്. സ്വന്തം വീടുകളിൽ, സ്വന്തം കുടുംബത്തിൽ എല്ലാം ഉടമകളായ ജനങ്ങൾ, മാന്യമായി ജീവിച്ചിരുന്നവർ ഊരുതണ്ടികളായി പോകുമ്പോൾ കൈകൾ ശൂന്യമാണ് പലർക്കും. ചിലരുടെ കൈകളിൽ ചില ഭാണ്ഡക്കെട്ടുകൾ മാത്രം. ദുര്യോഗത്തിന്റെ കഥ പറയാനുള്ള ഒരു ഭാവിയുണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും അവരുടെ മനസ്സിൽ. ഇതൊരു തരം ഹൈഡ് ആൻഡ് സീക്ക് കളി പോലെ ഒളിക്കാൻ പറയുന്നവർ തന്നെ തിരഞ്ഞുപിടിച്ചു കൊല്ലുന്നു. അതാണ് ഗസയിലെ അനുഭവങ്ങൾ. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ അമേരിക്കൻ പ്രതിനിധി പറഞ്ഞത്, അടുത്ത ദിവസം കൈറോയിൽ പുനരാരംഭിക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ നിങ്ങൾ ഹമാസിനെ സമ്മർദ്ദം ചെലുത്തണം, ഒത്തുതീർപ്പ് വ്യവസ്ഥ അംഗീകരിക്കുന്നതിന് വേണ്ടിയെന്നാണ്. ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിലിലെ അമേരിക്കൻ പ്രതിനിധി ലിൻഡ തോമസ് ഗ്രീൻഫീൽഡ് പറഞ്ഞത്, ഖത്തർ, ഈജിപ്റ്റ്, അമേരിക്ക എന്നിവർ മധ്യസ്ഥരായുള്ള വെടിനിർത്തൽ കരാർ ചർച്ചയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ 2024 മെയ്യിൽ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിലെ വിടവുകൾ പരിഹരിക്കാനുള്ള പുതിയ നിർദ്ദേശത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകരിച്ചിട്ടുണ്ടെന്നും ഇനി ബാക്കിയുള്ളത് ഹമാസ് ആണെന്നും ഹമാസിനെ കൊണ്ട് ആ മാറ്റങ്ങൾ അംഗീകരിക്കാൻ നിർബന്ധിക്കണമെന്നുമാണ്. നമുക്കറിയാം, ലിൻഡ തോമസിന്റെ സ്വന്തക്കാരൻ ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിൽ വന്ന് നെതന്യാഹുവുമായി മണിക്കൂറോളം ബ്ലിങ്കിക്കളിച്ചത് വെറുതെയല്ലെന്ന്. ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമുള്ള ഓട്ടയിറക്കൽ നിർദ്ദേശമായിരിക്കും ബ്ലിങ്കൻ മുന്നോട്ട് വച്ചിരിക്കുക. ആ നിർദ്ദേശങ്ങളെ ഹമാസിന് അംഗീകരിക്കാൻ കഴിയാത്തതുമായിരിക്കും. ഗസയുടെ ചില തന്ത്രപ്രധാനമായ ഭാഗങ്ങളുടെ നിയന്ത്രണം ഇസ്രായേലിനെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഭേദഗതി തന്നെയായിരിക്കും നെതന്യാഹു അംഗീകരിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഹമാസ് ഒരിക്കലും ഈ കരാർ അംഗീകരിക്കുകയില്ല.
ആ നിലയ്ക്ക് ഹമാസ് വീണ്ടും വലിയ കുറ്റക്കാരാവുകയും ഇസ്രായേലിന് കൂടുതൽ ആക്രമണം നടത്താനുള്ള അവകാശം ഉണ്ടായിരിക്കുകയും ചെയ്യും. അതേസമയം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയ റെയ്ഡിൽ 3 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. വെസ്റ്റ് ബാങ്കിലെ തുൽഖറാം അഭയാർത്ഥി ക്യാമ്പിലെ റോഡിന്റെ ഇരുവശങ്ങളിലും ഇസ്രായേലി സൈനികർ വാഹനങ്ങൾ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്തതിനു ശേഷമാണ് റെയ്ഡ് നടത്തിയത്. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി സേനയും ഹമാസിന്റെ കസം ബ്രിഗേഡ് പോരാളികളും തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടലിന്റെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടു. മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിൽ ഒരു ഇസ്രായേലി സൈനികന് ഗുരുതരമായി പരിക്കേൽക്കുകയും നിരവധി ബിൽഡിങ്ങുകൾ തകർക്കപ്പെടുകയും ചെയ്തു. ഗസൻ യുദ്ധം ഇനിയും നീളുകയും ഫലസ്തീനികൾ കൂട്ടത്തോടെ കൊന്നൊടുക്കപ്പെടുകയും ചെയ്യും. പ്രതിഷേധിക്കാനോ പ്രതിരോധിക്കാനോ ലോകം മുന്നോട്ട് ഇറങ്ങി വരികയില്ല.